ഉയരക്കുറവ് ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച് തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനൊരുങ്ങുകയാണ് കോഴിക്കോട്ടുകാരനായ ബാലകൃഷ്ണൻ. കോൺഗ്രസ് പ്രാദേശിക നേതാവ് കൂടിയായ ബാലകൃഷ്ണന്റെ മത്സരം കാരശ്ശേരി പഞ്ചായത്തിലേക്കാണ്. അത്ഭുത ദ്വീപ് എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് പരിചിതനായ ബാലകൃഷ്ണന് ഇത് കന്നിയംഗമാണ്. കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്ന 15ാം വാർഡ് ഇക്കുറി നറുക്കെടുപ്പിലൂടെ പട്ടികജാതി ജനറൽ സീറ്റായപ്പോൾ ലോട്ടറി അടിച്ചത് ബാലകൃഷ്ണനാണ്. അത്ഭുത ദ്വീപടക്കം 7ഓളം സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ബാലകൃഷ്ണൻ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റിൽ UDF സ്വതന്ത്രനായാണ് ജനവിധി തേടുന്നത്. പഞ്ചായത്ത് മെമ്പറായി വന്നാൽ സിനിമാ ജീവിതത്തിനൊപ്പം രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞന്റെ മറുപടി ഇതായിരുന്നു. ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ പാർട്ടിയിലുണ്ട്. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായിട്ട് കാരശ്ശേരി മണ്ഡലം സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ കോളേജ് യൂണിയനിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പിന്നീടാണ് സിനിമയിലേക്ക് വന്നത്. എന്നാലും ഞാനിവിടെ വാർഡ് തലത്തിലൊക്കെ അങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. അതൊരു ആത്മവിശ്വാസമുണ്ട്. 3 അടി മാത്രം ഉയരമുള്ള ബാലകൃഷ്ണനാണ് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞതോടെ സീറ്റ് മോഹികളും പിൻവാങ്ങിയത്രേ. ബാലകൃഷ്ണനാണെങ്കിൽ പോസ്റ്ററിനും ഫ്ലക്സിനും അധിക ചിലവുണ്ടാകില്ലെന്നായി ചിലർ. ഏതായാലും വീട് കയറിയുള്ള പ്രചാരണം ഈ കുള്ളൻ മനുഷ്യൻ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. 40കാരനായ ബാലകൃഷ്ണൻ ഇപ്പോൾ സ്വകാര്യ മില്ലിലെ മാനേജറായി ജോലി നോക്കുകയാണ്. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ അന്വർത്ഥമാക്കുകയാണ് NK ബാലകൃഷ്ണൻ ചെയ്യുന്നത്. പൂർണ്ണ വിജയപ്രതീക്ഷയിലാണ് NK ബാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും. ക്യാമറമാൻ അരുൺ മാത്യുവിനൊപ്പം വി നസീബ്, റിപ്പോർട്ടർ, കോഴിക്കോട്.